പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കഴിഞ്ഞ 10-24 ദിവസങ്ങളായി ഈ തിരുപ്പിറവി തിരുനാളിനോടുള്ള ഒരുക്ക ദിനങ്ങളായി നമ്മൾ കടന്നു പോവുകയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്ത. എന്താണത്? നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒത്തിരി മക്കൾ, ഒത്തിരി കുടുംബങ്ങളിൽ ഈ ആഘോഷമോ ഈ സന്തോഷമോ ഒന്നുമില്ലാത്ത കുടുംബങ്ങളുണ്ട്. അവർ പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു രക്ഷയില്ല എന്ന് കരുതുന്ന, ഇനി എനിക്ക് രക്ഷയില്ല, എൻ്റെ കുടുംബത്തിന് രക്ഷയില്ല എന്നൊക്കെ കരുതി മുന്നോട്ട് പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. സാമ്പത്തികമായി ഞെരുങ്ങുന്ന എത്രയോ കുടുംബങ്ങൾ. ഇന്ന് തന്നെ എത്രയോ കുടുംബങ്ങളാണ് ക്രിസ്മസ് ആഘോഷത്തിന് ഞങ്ങൾക്ക് കുറച്ച് അരി തരാവോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തരാവോ എന്ന് ചോദിച്ച് ഈ ഭവനത്തിൽ വന്നത്. എത്രയോ കുടുംബങ്ങളിൽ ക്രിസ്മസിൻ്റേതായ സന്തോഷവും സമാധാനവും ആനന്ദവും ഒന്നും അനുഭവിക്കാൻ പറ്റാതെ വലിയ സങ്കടത്തിലും വേദനയൊക്കെ കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ. ചില വേണ്ടപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം ഒരുപക്ഷെ ഓർത്തെടുക്കുന്നവരുണ്ടാകും. കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷത്തിന് മക്കൾ കൂടെ ഉണ്ടായിരുന്നു, ഇന്നില്ല. ജീവിത പങ്കാളി ഉണ്ടായിരുന്നു, ഇന്നില്ല. മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് അവരിൽ പലരും ഇല്ല. ഇതിൻ്റെയൊക്കെ സങ്കടവും വേദനയൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ടാകാം. ഒരുപക്ഷെ വല്ലാതെ കുടുംബ ബന്ധങ്ങൾ, വിവാഹം കഴിഞ്ഞ് ദാമ്പത്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, മക്കൾ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, സാമ്പത്തിക ഞെരുക്കങ്ങളിലും ജോലിയില്ലാത്ത അവസ്ഥകളിലൊക്കെ കടന്നു പോകുന്നു. 2025 വലിയ നഷ്ടങ്ങളുടെയും പരാജയങ്ങളുടെയൊക്കെ കണക്ക് പുസ്തകം ജീവിതത്തിന് മുമ്പിൽ തുറന്നിട്ട അനുഭവങ്ങൾ. 2026 പ്രവേശിക്കുമ്പോൾ വലിയ പ്രതീക്ഷയ്ക്കോ പ്രത്യാശയ്ക്കോ ഒന്നും വകുപ്പില്ലാത്ത ചില സാഹചര്യങ്ങൾ. രക്ഷയില്ല എന്ന് മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ജീവിതത്തിൻ്റെ ഇന്നലകളുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഉള്ളുകൊണ്ട് ഉറക്കെ പറയുന്നുണ്ടാകാം. ഈ അനുഭവത്തിൻ്റെ ഒക്കെ നടുവിൽ കടന്നു പോകുന്ന, ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ സന്തോഷം ആനന്ദമൊക്കെ പറ്റാതെ പോകുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്വതന്ത്ര രാഷ്ട്രത്തിൽ, സെക്കുലർ രാജ്യത്തിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രിസ്മസ് കരോളിൻ്റെ സമയത്തും ക്രിസ്മസിനോടനുബന്ധമായ കച്ചവടങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ വലിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് അല്ലാതെ മാനസികവും ശാരീരികമായ സമ്മർദ്ദങ്ങളിലേക്ക് പോയ അനേകം മക്കളുണ്ട്. പ്രാർത്ഥിക്കാം. എന്തിന് നമ്മുടെ കേരളക്കരയിൽ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തടയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ദേശത്തിനൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, സാഹോദര്യവും സമാധാനവും ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നിറയപ്പെടാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സകല ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നമുക്കൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നുള്ളത്. ആ തിരുനാളാണ് നമ്മൾ ഈ രാത്രികാലം മുഴുവൻ ആഘോഷിക്കുന്നത്. രക്ഷയില്ല എന്ന ജീവിതം അത്ര കണ്ട് ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോഴും ഈ ആഘോഷം നമുക്ക് തരുന്ന ബോധ്യവും ധൈര്യവും എന്നാ നമുക്ക് രക്ഷയുണ്ടെന്നുള്ളതാണ്.
നമുക്കൊരു രക്ഷകനുണ്ടെന്നുള്ളതാണ്. കർത്താവെ, ബോധ്യത്തിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തളർന്നും ജീവിതം സങ്കടപ്പെട്ടും വല്ലാത്ത ദുഃഖിച്ചും ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ കഴിയുന്ന, പ്രത്യേകിച്ച് അസമാധാനത്തിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ഈശോയെ നിൻ്റെ സാന്നിധ്യം നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാതെ കഴിയുന്നവർ, ക്രിസ്മസിൻ്റേതായ സങ്കടങ്ങൾ, ആ ദിനത്തിൻ്റെ സന്തോഷങ്ങളിൽ പറ്റാതെ സങ്കടങ്ങളിലും വേദനകളിലും കഴിയുന്നവർ, കുടുംബങ്ങളിൽ അസമാധാനമുള്ളവർ, ജോലിയില്ല, കുഞ്ഞുങ്ങളില്ല, പഠന മേഖലകളിൽ പരാജയങ്ങൾ, നഷ്ടബോധങ്ങൾ, ഇങ്ങനെയൊക്കെ മനസ്സ് തളർത്തുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ ആനന്ദിക്കാൻ പറ്റാതെ വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ലോകമെമ്പാടും ഈശോയുടെ ജനനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവേ, ലോകമെമ്പാടും ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ പിതാവായ ദൈവം പുത്രനിലൂടെ ഞങ്ങളെ സ്നേഹിച്ച് വീണ്ടെടുത്ത ആ നിത്യമായ കാരുണ്യം അനുഭവിക്കുവാൻ, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന പിതാവായ ദൈവത്തിൻ്റെ നിത്യമായ ആഗ്രഹത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ തക്ക വിധത്തിൽ പുത്രനായി ലോകത്തിലേക്ക് അവതരിച്ച ജീവിക്കുന്ന കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങളിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുമ്പോൾ, കർത്താവേ, നിൻ്റെ വലിയ കരുണയാണ്, നിൻ്റെ വലിയ സ്നേഹമാണ് ഈ തിരുനാളിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിലേക്ക് നീ ഇറങ്ങി വന്നതുപോലെ അനേകരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തക്ക വിധത്തിൽ കർത്താവേ, ഈ ആഘോഷങ്ങൾ ഞങ്ങളെ അനുവദിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങിയതാണ് പുത്രനായ ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിൻ വേദനയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനസ്സിൻ വേദനയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയുള്ളൂ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയുള്ളൂ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. ഇന്നു കരങ്ങളിൽ വഹിച്ചവനേ, ഇന്നു കരങ്ങളിൽ ദിവികാരണീശ്വര ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. നിങ്ങളുടേതായ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഈശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ.